3D ആനിമേഷൻ ഉപയോഗിച്ച് സേവ് ദ ഡേറ്റ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായി പോകുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോയുടെ ഒബ്ജക്റ്റീവ് അതാണ്, എങ്ങനെ നിങ്ങൾക്ക് ഇതുപോലത്തെ സേവ് ദ ഡേറ്റ് ആനിമേഷൻ ഉണ്ടാക്കാം. ആൻഡ് അതേപോലെ നിങ്ങൾക്കൊരു ഏർണിങ്സ് ഉണ്ടാക്കാനായി സഹായിക്കുന്ന ഒരു വീഡിയോയും കൂടിയായിരിക്കും ഇത്. സോ ഈ ഒരു ട്യൂട്ടോറിയൽ കഴിയുമ്പോഴേക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സാമ്പിൾ വീഡിയോ ആദ്യം ഒന്ന് കാണാം. مبارك زوجها جاءت على درر زوج النقاء بتتويج وإبهار. സോ 2 പാർട്ടായിട്ടായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പാർട്ട് 1-ൽ നമ്മൾ മോഡലിംഗ് മാത്രം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. പാർട്ട് 2-ൽ നമ്മൾ 3 കാര്യങ്ങൾ നോക്കും. ഫസ്റ്റ് മെറ്റീരിയൽസ്, സോ ബേസിക് ഷെയ്ഡേഴ്സ്, അതേപോലെ ടെക്സ്ചേഴ്സ് അപ്ലൈ ചെയ്ത് പഠിക്കും. പിന്നെ ആനിമേഷൻ, ആൻഡ് ഇതിൽ ക്യാമറ ആനിമേഷൻ വരും, കാൻഡിൽ ഫ്ലെയിം ആനിമേഷൻ, അതേപോലെ റിജിഡ് ബോഡി ഫിസിക്സ്, ഇതൊക്കെ നമ്മൾ ആനിമേഷൻ സെക്ഷനിൽ നോക്കുന്നതായിരിക്കും. ആൻഡ് ഫൈനലി ഇത് ബേസിക് ലൈറ്റിംഗ് ചെയ്ത് ബെസ്റ്റ് റെൻഡർ സെറ്റിംഗ്സ് നോക്കി വീഡിയോ ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി EV റെൻഡർ എഞ്ചിനിലായിരിക്കും ചെയ്യുന്നത്. സോ റെൻഡറിങ്ങിനായിട്ട് നിങ്ങൾക്ക് വേറെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഈ സീനൊക്കെ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ബ്ലെൻഡറിൻ്റെ ബിഗിനർ വീഡിയോ സീരീസിൻ്റെ പ്ലേലിസ്റ്റ് എൻ്റെ ചാനലുണ്ട്. സോ ബ്ലെൻഡറിൻ്റെ ബേസിക്സ് എങ്കിലും കവർ ചെയ്ത ശേഷം ഈ ഒരു വീഡിയോ ഫോളോ ചെയ്യുക. ആൻഡ് ഫൈനലി ഈ ഒരു സേവ് ദ ഡേറ്റിൻ്റെ ബ്ലെൻഡ് ഫയൽ എൻ്റെ ഗംറോഡ് പേജിലുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം. സോ പാർട്ട് 1 ആയ മോഡലിംഗ് സെക്ഷനിലേക്ക് കടക്കാം. സോ പുതിയൊരു ബ്ലെൻഡർ ഫയൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഈ ഡിഫോൾട്ടായിട്ടുള്ള ഒബ്ജക്റ്റൊക്കെ റിമൂവ് ചെയ്യുന്നത്. സോ ഇതൊക്കെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. എന്നിട്ട് എക്സ് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ആൻഡ് ഞാൻ ടൈപ്പ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീസൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റായി നമുക്ക് ഒരു വോൾ ആഡ് ചെയ്യാം. സോ അതിനായി ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നു. എന്നിട്ട് മെഷിൽ പ്ലെയിൻ ആഡ് ചെയ്യുന്നു. ആൻഡ് ഇനി ഇത് നമുക്ക് സ്കെയിൽ ചെയ്യാം. സോ എസ് പ്രസ് ചെയ്യാം. എന്നിട്ട് Y ആക്സിസിലാണ് ഞാൻ സ്കെയിൽ ചെയ്യുന്നത്. സോ Y പ്രസ് ചെയ്ത് ഇതേപോലെ സ്കെയിലപ്പ് ചെയ്യാം. അതേപോലെ X ആക്സിസിൽ ഇതേപോലെ സ്കെയിൽ ചെയ്യുന്ന. എന്നിട്ട് എഡിറ്റ് മോഡിൽ പോവാം. എഡിറ്റ് മോഡിൽ എഡ്ജ് സെലക്ഷൻ സെലക്ട് ചെയ്യുന്നത്. സോ 2 പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു എഡ്ജ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത ശേഷം എക്സ്ട്രൂഡ് ചെയ്യാം. സോ അതിനായി E പ്രസ് ചെയ്യുക. എന്നിട്ട് Z പ്രസ് ചെയ്താൽ ഇതേപോലെ Z ആക്സിസിൽ എക്സ്ട്രൂഡ് ആവും. എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ടാബ് പ്രസ് ചെയ്ത് ഒബ്ജക്റ്റ് മോഡിൽ പോവാം. ആൻഡ് ഇവിടെ നമുക്ക് ഒരു കൗണ്ടർ ടോപ്പ് വേണം, വേണ്ട ഫ്രെയിംസ് അതേപോലെ കാര്യങ്ങൾ വെക്കാനായി ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് ആഡ് ചെയ്യാം. സോ അതിനായി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമുക്കൊരു ക്യൂബ് ആഡ് ചെയ്യാം. സോ ഞാനിവിടെ S പ്രസ് ചെയ്ത് Z ആക്സിസിൽ സ്കെയിൽ ഡൗൺ ചെയ്യുന്നത്. അതേപോലെ Y ആക്സിസിൽ ചെറുതായിട്ടൊന്ന് സ്കെയിൽ ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ X ആക്സിസിലും. ആൻഡ് ഇത് ഇനി മൂവ് ചെയ്ത് ഇവിടെ ഞാൻ വെക്കുന്നത്. സോ G പ്രസ് ചെയ്ത് Z പ്രസ് ചെയ്യാം. എന്നിട്ട് GX പ്രസ് ചെയ്ത് ഇതേപോലെ മൂവ് ചെയ്യുന്നു. ആൻഡ് ഇനി ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോകുന്നു. ആൻഡ് ഞാൻ ഫേസ് മോഡ് സെലക്ട് ചെയ്ത് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാം. സോ Z പ്രസ് ചെയ്ത് മൂവ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് മോഡിഫയർ ടാബിൽ വരാം. ചെറുതായിട്ടൊന്ന് ബെവലിംഗ് ആഡ് ചെയ്യാം. സോ ആഡ് മോഡിഫയർ, ജനറേറ്റ് ബെവൽ. ആൻഡ് ബെവലിംഗ് ആഡ് ആയിട്ടുണ്ട്, ബട്ട് ഇവിടെ വിയർഡായിട്ടുള്ള സ്ട്രെച്ചിങ് കാണാം. സോ അത് കറക്റ്റ് ചെയ്യാനായി നമുക്ക് N പ്രസ് ചെയ്യാം. ആൻഡ് ഇവിടെ ഇതിൻ്റെ സ്കെയിൽ നോക്കിയാൽ കംപ്ലീറ്റ്ലി യൂണിഫോം അല്ല. സോ അത് നമ്മൾ അപ്ലൈ ആക്കണം. ആൻഡ് അതിനായി ഇവിടെ വിപോർട്ടിൽ Ctrl+A പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അപ്ലൈ എന്നുള്ളത് കാണിക്കും. ആൻഡ് ഇതിൽ സ്കെയിൽ സെലക്ട് ചെയ്യാം. സോ അത് സെലക്ട് ചെയ്ത ഉടനെ ഇവിടെ 3 ആക്സിസിലും 1-ലായിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് ഇവിടെ ആ ഒരു ബെവലിംഗ് കറക്റ്റായി നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ എമൗണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നു. ആൻഡ് സെഗ്മെൻറ്റ്സ് ഞാൻ ഒരു 3-ൽ വെക്കുന്നു. ആൻഡ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. ആൻഡ് നിങ്ങൾ ബ്ലെൻഡർ 4.1 ആൻഡ് ലേറ്റർ ആയിട്ടുള്ള വേർഷനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയ്ഡ് സ്മൂത്ത് ബൈ ആംഗിൾ എന്നായിരിക്കും കാണിക്കുന്നത്. ആൻഡ് അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി ഞാൻ ഈ കംപ്ലീറ്റ് മെഷീനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ വരുമ്പോൾ എനിക്കിത് ഫ്രണ്ടിലായി കാണണം. സോ ഞാൻ കംപ്ലീറ്റ്ലി A പ്രസ് ചെയ്ത് R പ്രസ് ചെയ്യുന്നു. എന്നിട്ട് Z ആക്സിസിൽ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. സോ -90 ടൈപ്പ് ചെയ്താൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ആവും. സോ ഇവിടെ ഞാൻ -90 ആണ് കൊടുത്തത്, അപ്പോൾ നെഗറ്റീവായത് റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക.
ആൻഡ് ഇനി ഫ്രണ്ട് വ്യൂവിൽ പോയാൽ എനിക്ക് ഈ ഒരു വ്യൂ കിട്ടും. ആൻഡ് ഇനി നമുക്ക് ഓരോ ഐറ്റംസ് ആഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്ക് ഫ്രെയിം ആഡ് ചെയ്യാം. ആൻഡ് അതിനായി ഇവിടെ ആദ്യം ഈ ഒരു കേഴ്സർ ഇവിടെ വെക്കുന്നത്. സോ ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്യുന്നത്, എന്നിട്ട് കേഴ്സർ ടു സെലക്റ്റഡ്. സോ ഈ ഒരു മെഷ് സെലക്ട് ചെയ്തതെന്ന് ഉറപ്പുവരുത്തണം, എന്നാലേ ഈ ഒരു ഒറിജിനിൽ ആ ഒരു കേഴ്സർ പ്ലേസ് ആവും. ഇനി നമുക്ക് ആദ്യം ഫ്രെയിം മോഡൽ ചെയ്യാൻ തുടങ്ങാം. സോ ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നത്, എന്നിട്ട് നമുക്ക് ക്യൂബ് ആഡ് ചെയ്യാം. ഇനി ഈ ക്യൂബിന് സ്കെയിൽ ചെയ്യാം. സോ എസ് പ്രസ് ചെയ്ത് ആദ്യം സെഡ് ആക്സിസിൽ ഞാൻ ഇതേപോലെ സ്കെയിൽ ചെയ്യുന്നത്. അതേപോലെ എക്സ് ആക്സിസിലും പിന്നെ ചെറുതായിട്ടൊന്ന് വൈ ആക്സിസിലും. എന്നിട്ട് ചെറുതായിട്ട് ഞാൻ മൂവ് ചെയ്യുന്നു. ആൻഡ് ഓൾ റൗണ്ട് ഞാൻ ഇതേപോലെ സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ എഡിറ്റ് മോഡിൽ കുറച്ച് മോഡിഫൈ ചെയ്യാം. അതിന് മുമ്പായി എന്നെ പ്രസ് ചെയ്ത് ഈ സ്കെയിൽ അപ്ലൈ ആക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സോ കൺട്രോൾ എ പ്രസ് ചെയ്ത് ഇവിടെ സ്കെയിൽ അപ്ലൈ ആക്കാം. ആൻഡ് ഇനി ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിൽ പോവാം. ആൻഡ് ഇവിടെ ഫേസ് സെലക്ഷൻ ചെയ്ത് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യാം. ആൻഡ് ആദ്യം തന്നെ നമുക്ക് ഇൻസെറ്റ് ചെയ്യാം. സോ ഇവിടെ ഐ പ്രസ് ചെയ്ത് ഇതേപോലെ ഞാൻ ഇൻസെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് നമുക്ക് ഉള്ളിലോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. സോ ഈ പ്രസ് ചെയ്യുന്നു, എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഫ്രെയിമിൻ്റെ ഷേപ്പ് ഏകദേശം റെഡിയായി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 4 എഡ്ജ് സെലക്ട് ചെയ്യാം. സോ ഇവിടെ എഡ്ജ് മോഡിൽ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ 4 എഡ്ജ് സെലക്ട് ചെയ്ത് വേണമെങ്കിൽ ചെറുതായി ബെവലിംഗ് കൊടുക്കാം. സോ കൺട്രോൾ ബി പ്രസ് ചെയ്യാം, എന്നിട്ട് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്യാം. സോ ഇവിടെ ബെവൽ ഓപ്പറേറ്റർ പാനൽ കിട്ടും. ആൻഡ് ഇതിൽ ഞാൻ ഫ്രണ്ട് വ്യൂവിൽ പോകുന്നത്. ഫ്രണ്ട് വ്യൂവിൽ ഷിഫ്റ്റ് സെഡ് പ്രസ് ചെയ്താൽ ഇതേപോലെ എക്സ്റേ മോഡിൽ പോകാം. ആൻഡ് ഇവിടെ ഞാൻ പ്രൊഫൈൽ ടൈപ്പിൽ കസ്റ്റം സെലക്ട് ചെയ്യുന്നു. സോ ഇവിടെ ഡീഫോൾട്ടായി ബെവലിങ്ങിന് ഈ ഒരു പ്രീസെറ്റാണെന്നുള്ളത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഇത് സെലക്ട് ചെയ്താൽ ഒരു 4-5 ഷേപ്പ് കാണാം. ആൻഡ് ഇതിൽ ഞാൻ ഈ ഒരു കോർണിസ് മോൾഡിങ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് സെലക്ട് ചെയ്ത ശേഷം ഞാൻ ഇതിൻ്റെ സെഗ്മെൻറ്റ്സിൻ്റെ വാല്യൂ ഞാൻ കൂട്ടുന്നത്. സോ ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ആ ഷേപ്പ് ഇവിടെ കാണുന്ന അതേ ഷേപ്പിൽ ഡിഫൈൻ ആവുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രെയിമിന് നല്ലൊരു പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ബെവലിങ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കസ്റ്റം ബെവൽ പ്രൊഫൈൽ കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ഈ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ളതാണുള്ളത്. സോ ഇതിൽ തന്നെ ഈ ഒരു ഡോട്ട് മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് കസ്റ്റമായിട്ടുള്ള പ്രൊഫൈൽസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ ഇവിടെ മൂവ് ചെയ്യുമ്പോൾ അതേപോലെ ഇവിടെ ചേഞ്ച് ആവുന്നത് കാണാം. ആൻഡ് ഇവിടെ ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് കൂട്ടിയാൽ ഇതേപോലെ ഡിഫൈനായി വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കസ്റ്റം ആയിട്ടുള്ള പ്രൊഫൈലും ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാനിവിടെ ഡിഫോൾട്ട് കോർണിസ് മോൾഡിങ് തന്നെ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഓൾസോ ഇവിടെ ഞാൻ ഈ ഡ്രോപ്പ് ഡൗണിൽ ക്യാവിറ്റി എനേബിൾ ചെയ്യുന്നത്. സോ എനിക്ക് ഇതൊക്കെ ഡീറ്റെയിലിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഫ്രെയിം ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. സോ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യാം, എന്നിട്ട് എക്സ് പ്രസ് ചെയ്താൽ ഇതേപോലെ എക്സ് ആക്സിസിൽ മൂവ് ചെയ്യാം. ആൻഡ് ഇവിടെ ഞാൻ ഇതേപോലെ മൂവ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ഫ്രെയിം കിട്ടി. ആൻഡ് ഇവിടെ ഔട്ട്ലൈനറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാം. സോ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റീനെയിം ചെയ്യാം. സോ ഞാനിവിടെ ഫ്രെയിം 2 എന്ന് കൊടുക്കുന്നത്. ആൻഡ് ഇത് ഫ്രെയിം 1 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കാനാണ് റീനെയിം ചെയ്യുന്നത്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇത് ഞാൻ മൂവ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ സ്കെയിൽ വേണമെങ്കിൽ ചെറുതായിട്ട് ഒന്ന് കുറയ്ക്കാം. ആൻഡ് ഇപ്പോൾ ചെയ്ത ഇതേ സ്റ്റെപ്സ് വെച്ച് നിങ്ങൾക്ക് സർക്കിൾ ഷേപ്പിലുള്ള ഫ്രെയിംസും ചെയ്യാം. സോ ഞാനിവിടെ പെട്ടെന്ന് കാണിച്ചു തരാം. ഷിഫ്റ്റ് എ പ്രസ് ചെയ്ത് മെഷിൽ നിങ്ങൾക്ക് ഇവിടെ സിലിണ്ടർ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ സിലിണ്ടർ സ്കെയിൽ ഡൗൺ ചെയ്യാം. ആൻഡ് 90 ഡിഗ്രി ഞാൻ എക്സ് ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഇതിനെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ സബ് ഡിവിഷൻ സർഫേസ് കൊടുക്കുന്നത്. സോ ഇവിടെ മോഡിഫയർ പ്രോപ്പർട്ടീസിൽ ആഡ് മോഡിഫയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ജനറേറ്റിൽ സബ് ഡിവിഷൻ സർഫേസ് സെലക്ട് ചെയ്യുക. ആൻഡ് ഇതിപ്പോൾ ഇതേപോലെയാണുള്ളത്. ഇനി ഇത് നമുക്ക് ഫിക്സ് ചെയ്യാണ്ട് അതിനെ ആഡ് മോഡിഫയർ, ജനറേറ്റ്, ബെവൽ മോഡിഫയർ ആഡ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് ഞാൻ 3ലേക്ക് ആക്കുന്നത്. ആൻഡ് ഈ ബെവൽ മോഡിഫയർ നമുക്ക് സബ് ഡിവിഷൻ്റെ മുകളിലായിട്ട് വെക്കാം. സോ ഇവിടെ ഈ കാണുന്നിടത്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഡ്രാഗ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ
ബെവലിങ് ആഡ് ചെയ്ത ശേഷം സ്മൂത്ത് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതിൻ്റെ എമൗണ്ട് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നു. ഓൾസോ ഇതിൻ്റെ സബ് ഡിവിഷൻ ഞാൻ 2 ആക്കി വെക്കുന്നു. ഇനി ഒബ്ജക്റ്റ് മോഡിൽ പോവാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത്. ആൻഡ് ഇനി ഞാനിത് ചെറുതായിട്ട് സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. ആൻഡ് ഓൾസോ വൈ ആക്സിസിൽ ഞാൻ സ്കെയിൽ ചെയ്യുന്നു. സോ എസ് വൈ. ആൻഡ് ഇനി ഇത് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. സോ ഞാൻ 6x പ്രസ് ചെയ്യുന്നു. എന്നിട്ട് -15. സോ -15 ഡിഗ്രി റൊട്ടേറ്റ് ആയി. ആൻഡ് എൻ്റർ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഫ്രെയിം ഈ ഒരു സർക്കിൾ ഫ്രെയിമായി. ആൻഡ് ഓൾസോ ഈ ഒരു സ്കെയിൽ നമുക്ക് അപ്ലൈ ആക്കണം. സോ Ctrl+A പ്രസ് ചെയ്യാം. എന്നിട്ട് സ്കെയിൽ അപ്ലൈ ചെയ്യാം. ആൻഡ് അപ്ലൈ ചെയ്ത ശേഷം ഇതേപോലെ സ്മൂത്ത് ഔട്ട് ആകുന്നുണ്ടെങ്കിൽ ഇവിടെ എമൗണ്ട് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പ് റെഡിയായി. ഇനി എഡിറ്റ് മോഡിൽ പോവാം. ഫേസ് സെലക്ഷൻ മോഡിൽ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യാം. ഐ പ്രസ് ചെയ്യാം. എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് ഉള്ളിലോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് വേണമെങ്കിൽ ഒരു സപ്പോർട്ട് ലൂപ്പ് നമുക്ക് ആഡ് ചെയ്യാം. സോ ഐ പ്രസ് ചെയ്ത് ഇൻസെറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഒരു എക്സ്ട്രാ ജോമെട്രി നമുക്ക് ആഡ് ചെയ്യാം. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രെയിം റെഡിയായി. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ബാക്ക് സപ്പോർട്ടിനായി നമുക്കൊരു മെഷ് ആഡ് ചെയ്യാം. സോ ഞാൻ ഇവിടെ റൈറ്റ് വ്യൂവിൽ വന്ന് ഇവിടെ കേഴ്സർ ഞാൻ ഈ ഒരു ഒറിജിനിൽ വെക്കുന്നു. സോ Shift+S കേഴ്സർ ടു സെലക്റ്റഡ്. എന്നിട്ട് നമുക്ക് പുതിയൊരു മെഷ് ആഡ് ചെയ്യാം. സോ ഞാനിവിടെ ക്യൂബ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് സ്കെയിൽ ഡൗൺ ചെയ്ത് താഴോട്ടേക്കാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. ഓൾസോ ഞാൻ വയർ ഫ്രെയിം മോഡിൽ പോകുന്നു. സോ Shift+Z പ്രസ് ചെയ്താൽ ഇതേപോലെ വയർ ഫ്രെയിം മോഡിൽ പോവാം. എന്നിട്ട് ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിൽ പോവാം. വേർട്ടെക്സ് സെലക്ഷൻ മോഡിൽ പോവാം. എന്നിട്ട് ഇത്ര വേർട്ടീസസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. സോ ഇത് സെലക്ട് ചെയ്യുമ്പോൾ എക്സ്റേ മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നാലേ ഈ ബാക്ക് 2 വേർട്ടീസസ് സെലക്ട് ആവും. ഓക്കെ, ആൻഡ് ഇത് ഞാൻ മൂവ് ചെയ്യുന്നു. സോ GY. ആൻഡ് ഇനി ഈ 2 വേർട്ടീസസ് സെലക്ട് ചെയ്യുന്നു. GY. ഓക്കെ, സോ ഇതേപോലെ ഷേപ്പ് കിട്ടി. ആൻഡ് എഡിറ്റ് മോഡിൽ നമുക്ക് A പ്രസ് ചെയ്ത് X ആക്സിസിൽ ഇതേപോലെ സ്കെയിൽ ഡൗൺ ചെയ്യാം. ഓക്കെ, ആൻഡ് ഓൾസോ ഞാൻ ചെറുതായിട്ടൊന്ന് താഴോട്ടേക്കായി മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലൊരു സപ്പോർട്ട് മെഷ് നമുക്ക് കിട്ടി. ആൻഡ് ഇത് വേണമെന്നില്ല, കാരണം നമ്മുടെ ക്യാമറ ബേസ് കംപ്ലീറ്റ്ലി ഫ്രണ്ടിലായിരിക്കും. സോ ഈ ഒരു മെഷ് കാണില്ല. എന്നാലും വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫ്രെയിംസൊക്കെ ഇതേപോലെ അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മോഡൽസ് ചെയ്യാം. സോ ഈ ഒരു മോഡലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് അതിനായി ഞാനൊരു സിലിണ്ടർ ആഡ് ചെയ്യുന്നത്. സോ Shift+A മെഷ് സിലിണ്ടർ. ആൻഡ് ഇതിൻ്റെ ലോക്കൽ വ്യൂവിൽ നമുക്ക് മോഡൽ ചെയ്യാം. സോ / കീ പ്രസ് ചെയ്താൽ ഇതേപോലെ ഈ സിലിണ്ടറിൻ്റെ ലോക്കൽ വ്യൂവിൽ നമുക്ക് വ്യൂ ചെയ്യാം. ആൻഡ് ഒന്നും കൂടി പ്രസ് ചെയ്താൽ അത് ലോക്കൽ വ്യൂവിൽ നിന്ന് പോകുന്നതായിരിക്കും. സോ ഈ ഒരു കീ വെച്ച് നിങ്ങൾക്ക് വ്യൂ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഞാൻ ഇവിടെ ലോക്കൽ വ്യൂവിൽ പോകുന്നു. ആൻഡ് ഓൾസോ ഇത് ഞാൻ റെഫറൻസിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. സോ ഞാൻ ഈ ഒരു ഫ്രണ്ട് വ്യൂവിൽ വന്ന് ആൻഡ് ഈ സിലിണ്ടറിനെ നമുക്ക് സബ് ഡിവിഷൻ മോഡിഫയർ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോവാം. എഡിറ്റ് മോഡിൽ ഫേസ് സെലക്ഷനിൽ ഈ 2 ഫേസ്, മുകളിലെ ഫേസും താഴത്തെ ഫേസും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. സോ പിന്നീട് ഇവിടെ നമുക്ക് ഫേസ് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ലൂപ്പ് കട്ട് ആഡ് ചെയ്യണം. സോ ഇതേപോലെ കേർവ്ഡ് ആയിട്ടുള്ള ഷേപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെയും കേർവ് ആണെങ്കിൽ ഇവിടെ ചുറ്റും ലൂപ്സ് വേണം. സോ അതിനായി Ctrl+R പ്രസ് ചെയ്യാം. എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് വെക്കാം. സോ ഇവിടെ വീണ്ടും ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇത് S പ്രസ് ചെയ്ത് നമുക്ക് സ്കെയിൽ ചെയ്യാം. അപ്പോൾ സ്കെയിൽ ചെയ്യുമ്പോൾ ഇവിടെ സബ് ഡിവിഷൻ മോഡിഫയർ ഉണ്ടായതുകൊണ്ട് സ്മൂത്തായിട്ട് വരുന്നത് കാണാം. സോ ഇത് ടേൺ ഓഫ് ചെയ്താൽ ഇതേപോലെ ബേസ് ആയിട്ടുള്ള മെഷ് ഉണ്ടാവും. ആൻഡ് ഇത് എനേബിൾ ചെയ്താൽ സ്മൂത്ത് ചെയ്ത് നമുക്ക് തരും. ഓക്കെ, സോ ഞാനിവിടെ ഇത് ചെറുതായിട്ട് സ്കെയിൽ അപ്പ് ചെയ്യുന്നു.
ആൻഡ് ഇതേപോലെ മൾട്ടിപ്പിൾ ലൂപ്പ് കട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചെറുതാക്കാം. സോ ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് സ്കെയിൽ ഡൗൺ ചെയ്യാം. ആൻഡ് എഡ്ജ് ലൂപ്പ് വേണമെങ്കിൽ സ്ലൈഡ് ചെയ്യാം. സോ ഞാൻ ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യുന്നത്, എന്നിട്ട് G 2 പ്രാവശ്യം പ്രസ് ചെയ്യുക. സോ ഡബിൾ G പ്രസ് ചെയ്ത് ഇതേപോലെ നിങ്ങൾക്ക് ലൂപ്പ് സ്ലൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതേ ഷേപ്പിൽ ഞാനിവിടെ ചെയ്യുന്നത്, ആദ്യം ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യുന്നത്, എന്നിട്ട് സ്കെയിൽ ഡൗൺ ചെയ്യാം. ആൻഡ് ഈ എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്ത് ഡബിൾ G പ്രസ് ചെയ്ത് ഇതേപോലെ സ്കെയിൽ അപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഷേപ്പ് എനിക്ക് വേണ്ട പോലെ കിട്ടി. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ അതും കൂടി ചെയ്യാം. സോ അതിനായി ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ പോവാം. ഫ്രണ്ട് വ്യൂവിൽ Shift Z പ്രസ് ചെയ്ത് വയർ ഫ്രെയിം മോഡിൽ പോവാം. ആൻഡ് ഓൾസോ ഇവിടെ എക്സ്റേ മോഡ് എനേബിൾ ആക്കിയിട്ട് ഉറപ്പുവരുത്തണം. എന്നിട്ട് എഡ്ജിൽ ഈ ഇത്ര എഡ്ജ് സെലക്ട് ചെയ്യാം. സോ ഇവിടെ ചുറ്റുള്ള എഡ്ജ് ഞാൻ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ സെലക്റ്റിൽ ചെക്കർ ഡീസെലക്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ഇടയിൽ വരുന്ന എഡ്ജ് ഡീസെലക്ട് ചെയ്യും. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള ഈ ഇത്ര എഡ്ജ് സെലക്ട് ചെയ്യണം. സോ അതിനായി സെലക്ട് ലൂപ്പ് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇവിടെ എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യാം. സോ ഇതേപോലെ ഈ എഡ്ജിന് കണക്റ്റുള്ള ബാക്കി എഡ്ജൊക്കെ സെലക്ട് ആവും. ഇനി നമുക്ക് സ്കെയിൽ ചെയ്യാം. സോ അതിനായി S പ്രസ് ചെയ്യാം, എന്നിട്ട് ഇതേപോലെ സ്കെയിൽ ചെയ്യാം. ആൻഡ് ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇനി ഇത് നമുക്ക് ഫ്ലാറ്റൺ ചെയ്യണം. സോ ഫ്രണ്ട് വ്യൂവിൽ വന്ന് Shift Z വയർ ഫ്രെയിമിൽ പോകുന്നു. ആൻഡ് ഇവിടെ വേർട്ടെക്സ് മോഡിൽ ഇത്ര വേർട്ടെക്സ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് S പ്രസ് ചെയ്യുക, Z 0. സോ Z പ്രസ് ചെയ്യുമ്പോൾ Z ആക്സിസിൽ ഈ വേർട്ടെക്സ് ഒക്കെ ഫ്ലാറ്റ് ആയിട്ട് വരും. ഇനി ഇതിന് സർക്കിളും കൂടി ആക്കാനുണ്ട്. സോ അതിനായി ഒരു ആഡ് ഓൺ എനേബിൾ ചെയ്യണം. സോ എഡിറ്റിൽ പ്രിഫറൻസിൽ ആഡ് ഓൺസിൽ വരാം. ആൻഡ് ഇവിടെ ലൂപ്പ് ടൂൾ എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്ത ശേഷം ഇവിടെ N പ്രസ് ചെയ്യാം, എന്നിട്ട് എഡിറ്റിൽ വരാം. എഡിറ്റിൽ ലൂപ്പ് ടൂൾ എക്സ്പാൻഡ് ചെയ്താൽ ഇവിടെ സർക്കിൾ എന്ന ഓപ്ഷൻ വരും. സോ ഈ വേർട്ടീസസ് ഒക്കെ സെലക്ട് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇവിടെ സർക്കിൾ സെലക്ട് ചെയ്താൽ ആ വേർട്ടീസസ് ഒക്കെ സർക്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. ആൻഡ് ഇതേപോലെ നമുക്ക് ഈ ഒരു ഏരിയയിലും ചെയ്യാം. സോ ഞാൻ ഫ്രണ്ട് വ്യൂവിൽ വരുന്ന Shift Z പ്രസ് ചെയ്ത് വയർ ഫ്രെയിമിൽ പോകുന്നു. ആൻഡ് ഇവിടെ ഇത്ര വേർട്ടെക്സ് സെലക്ട് ചെയ്യുന്നു. സോ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഈ എക്സ്റേ മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം, എന്നാലേ ഈ ബാക്ക് സൈഡൊക്കെ സെലക്ട് ആവും. എന്നിട്ട് സർക്കിൾ സെലക്ട് ചെയ്യാം. ആൻഡ് ഇനി ഇത് ഫില്ല് ചെയ്യാം. സോ ഫില്ല് ചെയ്യാൻ F പ്രസ് ചെയ്താൽ ഇതേപോലെ ഫില്ലാവും. ആൻഡ് ഫില്ല് ചെയ്ത ശേഷം ഈ ഇവിടെ ആർട്ടിഫാക്ട്സ് കാണാം. സോ അത് റിമൂവ് ചെയ്യാനായി ഇവിടെ തന്നെ എഡിറ്റ് മോഡിൽ തന്നെ I പ്രസ് ചെയ്യാം, എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് വീണ്ടും ഒരു പ്രാവശ്യം കൂടി I പ്രസ് ചെയ്ത് ഇൻസെർട്ട് ചെയ്യാം. സോ ഇതിപ്പോൾ ഫ്ലാറ്റായി നമുക്ക് കിട്ടി. ആൻഡ് അതേപോലെ ഈ ഒരു ഭാഗത്തും ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇത്ര വേർട്ടിസസ് സെലക്ട് ചെയ്യുന്നു, F പ്രസ് ചെയ്യുന്നു, ആൻഡ് I പ്രസ് ചെയ്ത് ഇൻസെർട്ട് ചെയ്യാം. ആൻഡ് ഒന്നും കൂടി I പ്രസ് ചെയ്ത് ഇൻസെർട്ട് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് താഴോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. സോ ഈ Z ആക്സിസിൽ ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ എത്തി. ഇനി നമുക്ക് മൂവ് ചെയ്യാം GZ. ആൻഡ് ഇവിടെ ചെറുതായിട്ട് നമുക്ക് ബെവൽ ചെയ്യാം. സോ Ctrl B പ്രസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതിപ്പോൾ ഉള്ളിൽ നോക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ആൻഡ് ഇനി ഫേസ് മോഡിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇൻസെർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഈ എഡ്ജിലേക്ക് ചെറുതായി ബെവലിംഗ് കൊടുക്കാം. സോ എഡ്ജിൽ പോവാം, ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു എഡ്ജ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക് ടിക്ക് കീ പ്രസ് ചെയ്ത് വ്യൂ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ്ലി ഫോക്കസ് ആയി കിട്ടും. ആൻഡ് ഇനി Ctrl B പ്രസ് ചെയ്യാം. ആൻഡ് ചെറുതായി ഒരു ബെവലിംഗ് കൊടുക്കാം. ആൻഡ് സിമിലർലി ഈ ഒരു എഡ്ജിലും നമുക്ക് ബെവലിംഗ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടി. ആൻഡ് ഇനി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ് ഡിവിഷൻ ഇൻക്രീസ് ചെയ്ത് വെക്കാം. സോ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ക്വാളിറ്റി കൂടുന്നത് കാണാം. സോ ഞാൻ ഇവിടെ 3 വെക്കുന്നത്, 3 ലെവൽ തന്നെ ധാരാളമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേസായി. ഇനി ഇതേപോലെ നമുക്ക് മറ്റ് വേസും ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതേ സ്റ്റെപ്പ് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു വേസും ചെയ്യാൻ പറ്റും.
സോ ടൈം അധികമാകുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ടൈം ലാപ്സ് വീഡിയോ ഇടാം. സിമിലർ സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് അതും ഈ സിലിണ്ടർ ഉപയോഗിച്ച് ഈസിലി ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസ് മോഡലായി. ഇനി നമുക്കിതിന് തിക്നെസ് കൊടുക്കാം. സോ അതിനായി ആഡ് മോഡിഫയറിൽ വരാം, ജനറേറ്റ് സോളിഡിഫൈ. സോ സോളിഡിഫൈ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് തിക്നെസ് കിട്ടും. ആൻഡ് ഇനി ഈ തിക്നെസ് വേണ്ട വാല്യൂ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. സോ ഞാനിവിടെ 0.05 വെക്കുന്നു. ആൻഡ് എഗെയിൻ ഈ ഒരു പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. സോ ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഞാൻ ഫ്രണ്ട് വ്യൂവിൽ വരുന്നു. എന്നിട്ട് വയർ ഫ്രെയിം എനേബിൾ ചെയ്യാം. എഡ്ജ് മോഡിൽ ഇത്ര എഡ്ജ് സെലക്ട് ചെയ്യുന്നു. സോ ഇത്ര എഡ്ജ് സെലക്ട് ആയി. എന്നിട്ട് സെലക്റ്റിൽ ചെക്കർ ഡീസെലക്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ആൻഡ് നമുക്കിങ്ങനെ കിട്ടി. ഇനി ഫൈനലി സെലക്ട് ലൂപ്പ് എഡ്ജ് ലൂപ്പ്. അപ്പോൾ ഇത്ര എഡ്ജ് ലൂപ്പ് സെലക്ട് ആയി. എന്നിട്ട് Alt S പ്രസ് ചെയ്യാം. ഇതേപോലെ ചെറുതായിട്ട് സ്കെയിൽ ചെയ്യാം. ആൻഡ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇനി നമുക്ക് ഇത്ര എഡ്ജ് സെലക്ട് ചെയ്യാം. സോ Alt ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് N പ്രസ് ചെയ്ത് എഡിറ്റിൽ സർക്കിൾ, അതേപോലെ ഈ ഒരു എഡ്ജ് ലൂപ്പും. ഓക്കെ, അപ്പോൾ ഈ ഒരു വെയ്സ് നമുക്ക്, ഈ രണ്ട് വെയ്സ് നമുക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് ആ സീനിൽ പ്ലേസ് ചെയ്യാം. സോ അതിനായി സ്ലാഷ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തതായി മിറർ ക്രിയേറ്റ് ആക്കാം. സോ ഞാൻ ഈ ഒരു സൈഡിൽ വന്ന് ആദ്യം ഒരു മെഷ് ആഡ് ചെയ്യുന്നു. സോ ഇവിടെ കേഴ്സർ ഉണ്ട്. ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കേഴ്സർ വരും. എന്നിട്ട് ഷിഫ്റ്റ് മെഷ് സർക്കിൾ ആദ്യം ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലോക്കൽ വ്യൂവിൽ പോകാം. സോ ഫോർവേഡ് സ്ലാഷ് പ്രസ് ചെയ്യുന്നു. സോ ഇതിൻ്റെ ലോക്കൽ വ്യൂവിലാണ്. ഇനി നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ 90 ഡിഗ്രി റൊട്ടേറ്റ് ആക്കി സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോവാം. ആൻഡ് എഡിറ്റ് മോഡിൽ ഈ ഫുൾ എഡ്ജ് സെലക്ട് ചെയ്ത് F പ്രസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇനി ഞാൻ ഒബ്ജക്റ്റ് മോഡിൽ പോകുന്നു. ആൻഡ് ഇവിടെ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒരു ടോറസ് ആഡ് ചെയ്യുന്നു. ആൻഡ് ഇതും റൊട്ടേറ്റ് ചെയ്യാം. സോ RX 90 ഡിഗ്രി. എന്നിട്ട് ഇവിടെ സ്കെയിൽ ഡൗൺ ചെയ്ത് വെക്കാം. ആൻഡ് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോവാം. ആൻഡ് A പ്രസ് ചെയ്ത് ഈ കംപ്ലീറ്റ് മെഷ് സെലക്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നമുക്കിത് സ്കെയിൽ ചെയ്യാം. ആൻഡ് നോർമലി S പ്രസ് ചെയ്ത് സ്കെയിൽ ചെയ്താൽ ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ടോറസ് നമുക്ക് തിന്നായി കിട്ടണം. അതിനായി Alt S പ്രസ് ചെയ്യാം. സോ Alt S പ്രസ് ചെയ്ത് ഇതേപോലെ ഡ്രാഗ് ഡൗൺ ചെയ്താൽ ഈ ഒരു തിൻ ഷേപ്പിൽ നമുക്ക് കിട്ടും. ആൻഡ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇനി നമുക്കിതിനെ സ്കെയിൽ ഡൗൺ ചെയ്യാം. സ്കെയിൽ ഡൗൺ ചെയ്ത് ഈ ഒരു ഗ്ലാസിൻ്റെ അടുത്തായി നമുക്ക് പ്ലേസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ Alt S പ്രസ് ചെയ്ത് ഇതേപോലെ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിൽ വെക്കുന്നു. എന്നിട്ട് ഒബ്ജക്റ്റ് മോഡിൽ പോകുന്നു. ആൻഡ് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. ആൻഡ് അതേപോലെ നമുക്ക് വേണമെങ്കിൽ സബ് ഡിവിഷൻ കൊടുക്കാം. സോ അതിൻ്റെ ഷോർട്ട് കട്ട് Ctrl+2 പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സബ് ഡിവിഷൻ മോഡിഫയർ വരും. ആൻഡ് ഇവിടെ നമുക്ക് 2 ടൈംസ് സബ് ഡിവൈഡ് ആയിട്ട് കിട്ടി. സോ ഇവിടെ വ്യൂ പോർട്ടിൽ വന്ന് Ctrl+3 പ്രസ് ചെയ്താൽ ഇവിടെ 3 ലെവൽ കിട്ടും. സോ നിങ്ങൾക്ക് വേണ്ടത് വെക്കാം. ആൻഡ് ഇവിടെ ഞാൻ 2 വെക്കുന്നു. ഇനി ഇതിനെ ഞാൻ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. സോ ഷിഫ്റ്റ് D പ്രസ് ചെയ്യുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആവും. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഒറിജിനലിൻ്റെ മുകളിൽ തന്നെ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മെഷ് ഉണ്ടാവും. ആൻഡ് ഇതിനെ ഞാൻ സ്കെയിൽ ചെയ്യുന്നു. സോ ഇതേപോലെ സ്കെയിൽ ചെയ്ത് വെക്കുന്നു. ആൻഡ് ഇനി ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോവാം. Alt S പ്രസ് ചെയ്ത് ചെറുതായിട്ട് തിക്നെസ് കുറയ്ക്കുന്നു. ഓക്കെ, സ്കെയിൽ ഡൗൺ ചെയ്യാം. ആൻഡ് ഫ്രണ്ട് വ്യൂവിൽ വന്ന് ഞാൻ വയർ ഫ്രെയിം മോഡിൽ പോകുന്നു. ആൻഡ് എക്സ്റേ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. വേർട്ടെക്സിൽ പോവാം. ആൻഡ് ഇവിടെ ഞാൻ ഇത്ര വേർട്ടിസസ് സെലക്ട് ചെയ്യുന്നു. സോ ഇവിടെ ഇത്ര കാണുന്ന ഈ ഒരു മുകൾ ഭാഗം. ആൻഡ് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ X പ്രസ് ചെയ്യുന്നു. ആൻഡ് ഡിലീറ്റിൽ നമുക്ക് ഈ വേർട്ടിസസ് ഡിലീറ്റ് ചെയ്യാം. സോ ഇതിപ്പോൾ ഇങ്ങനെ കിട്ടി. ആൻഡ് ഇനി ഈ ഒരു ഫേസ്, ഈ ഒരു എഡ്ജ് ലൂപ്പും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഈ ഒരു എഡ്ജ് ലൂപ്പും സെലക്ട് ചെയ്യാം. എന്നിട്ട്
എഫ് പ്രസ് ചെയ്യാം ആൻഡ് ഇത് ക്ലോസ് ആയി. ആൻഡ് ഫൈനലി നമുക്ക് ബെവൽ ചെയ്യണം. സോ കൺട്രോൾ ബി പ്രസ് ചെയ്യുന്നു, എന്നിട്ട് ഇതേപോലെ ബെവൽ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് സ്ക്രോൾ വീൽ ഉപയോഗിച്ച് ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് വേണമെങ്കിൽ കൂട്ടാം. സോ ഇത് നല്ലോണം ഡ്രാഗ് ചെയ്താൽ ഇതേപോലെ റൗണ്ടായി കിട്ടും. ആൻഡ് കുറച്ച് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ ഇതേപോലെ കുറച്ച് ഷാർപ്പർ എഡ്ജ് ആയിട്ട് കിട്ടും. സോ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ സെറ്റ് ചെയ്യാം ആൻഡ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഇതേപോലെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം നോക്കാം. സോ ഇത് നമുക്ക് ഇനി എക്സ്ട്രൂഡ് ചെയ്യാണ്ട്. ആൻഡ് എക്സ്ട്രൂഡ് ചെയ്യാനായി ഈ ഒരു ഭാഗം തന്നെ നമുക്ക് എഡ്ജ് ലൂപ്പ് ആഡ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാം. സോ അതിനായി കൺട്രോൾ ആർ പ്രസ് ചെയ്യുന്നു, ഇവിടെ ഒരു ലൂപ്പ് കട്ട് പ്ലേസ് ചെയ്യുന്നത്, റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. സോ കൺട്രോൾ ആറ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് മുമ്പ് പറഞ്ഞ പോലെ ഇത് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക് ടിക്ക് കീ പ്രസ് ചെയ്യുക, എന്നിട്ട് വ്യൂ സെലക്റ്റഡ്. അപ്പോൾ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോക്കസ് ആവും. ആൻഡ് അതേപോലെ വേറെ ഏതെങ്കിലും എഡ്ജ് സെലക്ട് ചെയ്ത് ബാക്ക് ടിക്ക് കീ പ്രസ് ചെയ്ത് വ്യൂ സെലക്റ്റഡ് പ്രസ് ചെയ്താൽ ഈ ഒരു എഡ്ജ് ഫോക്കസ് ആവും. സോ അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 2 എഡ്ജ് ലൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് മോഡിൽ വരാം. ഇവിടെ വന്ന് ഞാൻ ഇത്ര ഫേസ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സോ ഈ 8 ഫേസ് ഞാൻ സെൻറ്ററിലുള്ള 8 ഫേസ് ഞാൻ സെലക്ട് ചെയ്ത്, എന്നിട്ട് നമുക്ക് ഇതിനെ ഇൻസെറ്റ് ചെയ്യാം. സോ ആദ്യം ഞാൻ ഇതിനെ ഇൻസെറ്റ് ചെയ്യുന്നു. ആൻഡ് ചെറിയ രീതിയിൽ മതി. ഓക്കെ, ഇത്ര മതി. ആൻഡ് ഇനി എൻ പ്രസ് ചെയ്യാം. എൻ പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിൽ ഈ ലൂപ്പ് ടൂളിൽ സർക്കിൾ സെലക്ട് ചെയ്യാം. ആൻഡ് ഇത് സെലക്ട് ചെയ്യുമ്പോൾ സർക്കിൾ ആയിട്ടുണ്ട്, പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ഇവിടെ ഓപ്പറേറ്റർ പാനൽ എക്സ്പാൻഡ് ചെയ്യാം. ആൻഡ് ഇവിടുത്തെ ഫസ്റ്റ് തന്നെ നമുക്ക് റേഡിയസ്, ഇതിൻ്റെ റേഡിയസ് എനേബിൾ ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ചെറുതായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതേപോലെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇതേപോലെ ഞാൻ വെക്കുന്നു. ആൻഡ് ഇവിടെ നമുക്ക് ഫ്ലാറ്റൺ എന്നുള്ളത് അൺചെക്ക് ചെയ്യണം. അൺചെക്ക് ചെയ്താൽ ഇതേപോലെ ഫ്ലാറ്റ് ഉള്ളത് ഒഴിവായി നമുക്ക് ഈ മെഷിൻ്റെ അതേ കർവിലൂടെ ഈ ഒരു ഫേസ് കിട്ടും. ആൻഡ് ഇനി വേണമെങ്കിൽ റേഡിയസ് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യാം. സോ ഞാനിവിടെ 0.03 കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാം. സോ ഈ പ്രസ് ചെയ്യുന്നു, ഇതേപോലെ താഴോട്ടേക്കായി വലിക്കാം. ആൻഡ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ GZ. ആൻഡ് ഇതിപ്പോൾ ഇത് വെച്ച് ഇനി നമുക്കിവിടെ ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. സോ ഇവിടെ കൺട്രോൾ R പ്രസ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിവിടെ ഇതേപോലെ ഡ്രാഗ് ചെയ്ത് വെക്കാം. ആൻഡ് സബ് ഡിവിഷൻ ആഡ് ചെയ്തതുകൊണ്ട് ഇവിടെ സ്മൂത്ത് ഔട്ട് ആവുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നത്. സോ ഞാൻ രണ്ടും അടിച്ചാൽ ഇതേപോലെ സ്മൂത്ത് ഔട്ട് ആവുന്ന കാണാം. സോ ഈ ഒരു സബ് ഡിവിഷൻ ആഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്. ആൻഡ് അത് ഒഴിവാക്കാനായി ഇവിടെ കാണുന്ന ഈ ഒരു എഡ്ജ് ലൂപ്പിന് സപ്പോർട്ട് വേണം, അതുകൊണ്ടാണ് നമ്മൾ ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നത്. സോ കൺട്രോൾ R പ്രസ് ചെയ്ത് ഇതേപോലെ ലൂപ്പ് കട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു എഡ്ജ് ലൂപ്പിന് സപ്പോർട്ടായിട്ടാണ് ഈ ഒരു പുതിയ എഡ്ജ് ലൂപ്പ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ചും കൂടി ഷാർപ്പായിട്ട് കിട്ടും. അതേപോലെ വീണ്ടും ഒരു ലൂപ്പ് കട്ട് ഇവിടെ ആഡ് ചെയ്യാം. സോ കൺട്രോൾ R പ്രസ് ചെയ്യുന്നു, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു എഡ്ജ് ലൂപ്പിന് അടുത്തായി വെക്കും തോറും ഇവിടെ ഷാർപ്പായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ G പ്രസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യാം. ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ B പ്രസ് ചെയ്ത് ബെവൽ ചെയ്യാം. ആൻഡ് ബെവലിംഗ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഷാർപ്പ് എഡ്ജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റായി കിട്ടി. ഓൾസോ ഇവിടെ ചെറിയൊരു പിഞ്ചിങ് കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടി വിയർഡായിട്ടുള്ള ഈ ഒരു പിഞ്ചിങ് കാണാം. ആൻഡ് പെട്ടെന്ന് അത് ഒഴിവാക്കാനായി ഈ ഒരു എഡ്ജ് ഈ ഒരു വേർട്ടെക്സ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് G പ്രസ് ചെയ്ത് ഇതേപോലെ സ്ലൈഡ് ആക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു എഫക്റ്റ് കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ പിഞ്ചിങ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വേർട്ടെക്സ് സ്ലൈഡ് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻസിൽ വെക്കാം. അപ്പോൾ ആ ഒരു പിഞ്ചിങ് എഫക്റ്റ് കഴിയുന്നതും റെഡ്യൂസ് ആയി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഫോക്കസ് ആക്കാം. സോ ഇവിടെ ഇത്ര വേർട്ടെക്സ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ആദ്യം ഇതിനെ ഫ്ലാറ്റ് ചെയ്യാം. സോ ഇതിപ്പോൾ കേർവായിട്ടാണുള്ളത്. അപ്പോൾ ഫ്ലാറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം Z ആക്സിസിൽ 0 പ്രസ് ചെയ്താൽ Z ആക്സിസിൽ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആവും. ഓക്കെ, ഇനി ഞാൻ പെട്ടെന്ന് ഈ ഒരു ഫേസ് ഞാൻ ഡിസോൾവ് ചെയ്യുന്നു. സോ ഫേസ് മോഡിൽ ഇത്ര ഫേസ് ഞാൻ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് X പ്രസ് ചെയ്യുക, ഡിസോൾവ് ഫേസസ്. സോ ഇതൊരു ഒറ്റ ഫേസായി നമുക്ക് കിട്ടി. ആൻഡ് ഇനി E പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്കെയിൽ ചെയ്യുക. ആൻഡ്
ഞാൻ സ്കെയിൽ ചെയ്ത ശേഷം ഞാൻ ഇവിടെ സബ് ഡിവിഷൻ ടേൺ ഓഫ് ചെയ്യുന്നത്. എന്നിട്ട് എഡ്ജ് മോഡിൽ ആൾട്ട് പ്രസ് ചെയ്ത് ഇത്ര എഡ്ജ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും സബ് ഡിവിഷൻ എനേബിൾ ചെയ്യാം. എന്നിട്ട് കൺട്രോൾ ബി പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ബെവൽ ചെയ്യാം. സോ ഞാൻ സ്ക്രോൾ വീൽ ഉപയോഗിച്ച് ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു. എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് അതേപോലെ ഈ എഡ്ജ് സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാം. ആൻഡ് ഫൈനലി ഈ എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യാം. ഈ ഒരു എഡ്ജ് ലൂപ്പും സെലക്ട് ചെയ്യാം. എന്നിട്ട് കൺട്രോൾ ഡി ചെറുതായിട്ട് ബെവൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റാൻഡ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസിനായി നമുക്കിവിടെ മോഡൽ ചെയ്യാം. സോ എഡിറ്റ് മോഡിൽ വന്ന് ഞാൻ 2 ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നു. സോ കൺട്രോൾ ആർ പ്രസ് ചെയ്ത് ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നു. ആൻഡ് ഇത് സ്ട്രെയിറ്റൻ ആക്കാനായി നമുക്ക് ഇ പ്രസ് ചെയ്യാം. എന്നിട്ട് എഫ് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആവും. ആൻഡ് വീണ്ടും ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. സോ കൺട്രോൾ ആർ ആൻഡ് ഏകദേശം ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നു. ആൻഡ് ഇത് 2 സെലക്ട് ചെയ്യാം. സോ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇത്ര ഫേസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആൾട്ട് ഇ എക്സ്ട്രൂഡ് ഫേസ് അലോങ് നോർമൽസ്. എന്നിട്ട് ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്യാം. ആൻഡ് അഗെയിൻ വീണ്ടും ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. ആൻഡ് ഫൈനലി ഒന്നും കൂടി ആഡ് ചെയ്യാം. ആൻഡ് അഗെയിൻ ഫേസ് മോഡിൽ ഇത്ര ഭാഗം ഞാൻ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ആൻഡ് എക്സ്ട്രൂഡ് ഫേസ് അലോങ് നോർമൽ ഇതേപോലെ ഉള്ളിലോട്ടേക്ക് ആക്കുന്നു. ആൻഡ് ഇവിടെ എഡ്ജ് മോഡിൽ ഈ 2 എഡ്ജ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് കൺട്രോൾ ബി പ്രസ് ചെയ്ത് ബെവൽ ചെയ്യാം. സോ ഇതേപോലത്തെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് കൊടുക്കാം. ആൻഡ് മിറർ മോഡലിംഗ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത് നോക്കാം. സോ ഫോർവേഡ് സ്ലാഷ് പ്രസ് ചെയ്ത് ഇത്ര നമുക്ക് മൂവ് ചെയ്യാം. ആൻഡ് അടുത്തതായി നമുക്ക് ക്യാൻഡിൽസ് ചെയ്യാം. സോ അഗെയിൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് സിലിണ്ടർ ആഡ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ലോക്കൽ വ്യൂവിൽ പോകുന്നു. ആൻഡ് ആദ്യം തന്നെ ഇതിനെ സ്മൂത്ത് ചെയ്യാൻ സബ് ഡിവിഷൻ ആഡ് ചെയ്യാം. സോ കൺട്രോൾ 2 പ്രസ് ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി എഡ്ജിൽ ഈ 2 എഡ്ജ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ബെവലിംഗ് ചെയ്യാം. സോ കൺട്രോൾ ബി ഇതേപോലെ ബെവൽ ചെയ്യുന്നു. ആൻഡ് ഇനി ഫേസ് മോഡിൽ ഈ ഫേസ് സെലക്ട് ചെയ്യാം. ചെയ്ത ശേഷം ഇൻസെറ്റ് ചെയ്യാം. എന്നിട്ട് ഉള്ളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. സോ ഇത് ഏകദേശം ഈ ഒരു സ്ഥലത്തായി വെക്കുന്നു. ആൻഡ് അവിടെയും ബെവൽ ചെയ്യാം. സോ കൺട്രോൾ ബി എന്നിട്ട് ചെറുതായിട്ട് ബെവലിംഗ് ചെയ്യുന്നു. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ബെവൽ ചെയ്യാം. സോ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ ബി ലെഫ്റ്റ് ക്ലിക്ക്. ആൻഡ് ഒബ്ജക്റ്റ് മോഡിൽ പോയി ഇതിനെ ഷെയ്ഡ് സ്മൂത്ത് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഉള്ളിലെ ഭാഗം ചെയ്യാം. സോ ഇതിൻ്റെ ഈ ഒരു ഔട്ട് സൈഡ് മാത്രം കാണുന്നുണ്ട്. ഇവിടെ സർക്കിളായിട്ട് നമുക്ക് വെക്കാം. സോ ഷിഫ്റ്റ് മെഷിൽ സർക്കിൾ ആഡ് ചെയ്യുന്നു. ആൻഡ് വേണമെങ്കിൽ വേർട്ടിസസ് 64 വെക്കാം, കുറച്ചും കൂടി സ്മൂത്ത്നെസ്സിനായി. ആൻഡ് ഇവിടെ ഞാൻ ഇതേപോലെ സ്കെയിൽ ഡൗൺ ചെയ്ത് വെക്കുന്നു. ആൻഡ് ഇനി ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോവാം. എഡിറ്റ് മോഡിൽ നമുക്ക് ഇവിടെ ഗ്രിഡ് ഫിൽ ചെയ്യാം. സോ നോർമലി എഫ് പ്രസ് ചെയ്താൽ ഇതേപോലെ കിട്ടും. പക്ഷേ ഗ്രിഡ് ഫില്ല് ചെയ്ത് നോക്കാം. F3 ഗ്രിഡ് ഫില്ല് സെർച്ച് ചെയ്യാം. സോ ഇവിടെ ഗ്രിഡ് ഫില്ല് സെലക്ട് ചെയ്താൽ ഇതേപോലെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും. സോ ഇതെന്തിനാണെന്ന് പറഞ്ഞുതരാം. സോ ഇവിടെ ഇതേപോലെ കണക്റ്റഡ് ആയി കിട്ടി. ആൻഡ് ഈ ഒരു കണക്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് അൺഈവൻ സർഫേസ് ആയിട്ട് മാറ്റണം. കാരണം ക്യാൻഡിൽസ് ആണെങ്കിൽ നമുക്കറിയാം. കാരണം ക്യാൻഡിൽസിൻ്റെ ആ ഒരു പോർഷൻ നമുക്കറിയാം കുറച്ച് ഇംപെർഫെക്ഷൻ ആയിട്ടാണുള്ളത്. സോ ഇത് നമുക്ക് മൂവ് ചെയ്യാം. ആൻഡ് ഇവിടെ ഞാൻ ഏതെങ്കിലും ഒരു എഡ്ജ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് എനേബിൾ ചെയ്യാം. ആൻഡ് ഇതിൽ റാൻഡം ഞാൻ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു എഡ്ജ് മൂവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സർക്കിൾ കാണാം. ആൻഡ് ഇത് ഞാൻ ഇതേപോലെ ഡ്രാഗ് ചെയ്യുമ്പോൾ ആ സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന ജോമെട്രി എഫക്റ്റ് ആവുന്ന കാണാം. സോ ഇതേപോലെ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാം. എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇനി ഒബ്ജക്റ്റ് മോഡിൽ പോവാം. സോ ഇതേപോലെ അൺഈവൻ ആയിട്ടുള്ള സർഫസ് കിട്ടി. ഇനി ഇത് കുറച്ചും കൂടി സ്മൂത്ത്നെസ് ആവാനായി നമുക്ക് സബ് ഡിവിഷൻ ആഡ് ചെയ്യാം. സോ കൺട്രോൾ 3 പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ അൺഈവൻ ആയിട്ടുള്ള സർഫസ് നമുക്ക് കിട്ടി. ആൻഡ് ഇനി ഫൈനലി ആ ത്രെഡ് ഭാഗം കൂടി ചെയ്യാം. സോ എഡിറ്റ് മോഡിൽ പോയി ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസ് സെലക്ട് ചെയ്യാം. സോ സെൻട്രലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് സെലക്ട് ചെയ്ത്
എക്സ്ട്രൂഡ് ചെയ്യാം. സോ ഇ പ്രസ് ചെയ്ത് സെഡ് പ്രസ് ചെയ്യാം, എന്നിട്ട് വീണ്ടും സെഡ് പ്രസ് ചെയ്താൽ ഇതിൻ്റെ ലോക്കൽ ആക്സിസിൽ പോകും. ആൻഡ് പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് ഡിസേബിൾ ചെയ്യാം. ആൻഡ് ഫസ്റ്റായി നമുക്ക് ഫ്ലാറ്റ് ചെയ്യാം. സോ എസ് സെഡ് 0, എന്നിട്ട് ഇത് നമുക്ക് സ്കെയിൽ ഡൗൺ ചെയ്യാം. ആൻഡ് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ബെവലിങ് ചെയ്യാം. സോ ഇതേപോലെ ബെവൽ ചെയ്ത് കുറച്ചും കൂടി സ്കെയിൽ ഡൗൺ ചെയ്യാം. ആൻഡ് വേണമെങ്കിൽ ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്ത് സ്കെയിൽ ഡൗൺ ചെയ്യാം. ഓക്കെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് വേണ്ട വേരിയേഷന് കൊടുക്കാം. സോ ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. സോ ഷിഫ്റ്റ് D, എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഈ ഒരു ഔട്ടർ പോർഷൻ സെലക്ട് ചെയ്ത് എഡിറ്റ് മോഡിൽ പോവാം. എന്നിട്ട് വയർ ഫ്രെയിമിൽ എക്സ് എനേബിൾ ചെയ്ത് ഇത്ര ഭാഗം സെലക്ട് ചെയ്യാം, എന്നിട്ട് മൂവ് ചെയ്യാം. സോ G Z ഇതേപോലെ മൂവ് ചെയ്താൽ ഈ ഒരു ചെറിയ ക്യാൻഡിൽ ഫ്ലെയിം നമുക്ക് ചെയ്യാം. ആൻഡ് ഇതും സെലക്ട് ചെയ്ത് ഇതേപോലെ താഴെ മൂവ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പല വേരിയേഷൻ നിങ്ങൾക്ക് ചെയ്തു വെക്കാം. അപ്പോൾ ക്യാൻഡൽസുമായി ഇനി നമുക്ക് ബീഡ് ചെയിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കേഴ്സർ ഇവിടെ വെക്കുന്നത്, എന്നിട്ട് ഷിഫ്റ്റ് മെഷ് UV സ്ഫിയർ ആൻഡ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കാം, എന്നിട്ട് സ്കെയിൽ ഡൗൺ ചെയ്യാം. സോ ഞാൻ ഈ ഒരു സൈസിൽ വെക്കുന്നത്, എന്നിട്ടിത് മൂവ് ചെയ്യാം. സോ ആ ഒരു ചെയിൻ ഷേപ്പ് കിട്ടാൻ നമുക്കൊരു കേർവ് ആഡ് ചെയ്യാം. ആൻഡ് അതിലൂടെ നമുക്ക് ട്രേസ് ചെയ്യാം. ആൻഡ് അതിനെ നമുക്ക് കേർവ് ആഡ് ചെയ്യാം. ഷിഫ്റ്റ് A പ്രസ് ചെയ്ത് കേർവിൽ പോവാം, എന്നിട്ട് സർക്കിൾ ആഡ് ചെയ്യാം. ആൻഡ് സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. ആൻഡ് ഈ ഒരു കേർവിൻ്റെ എഡിറ്റ് മോഡിൽ പോയാൽ ഇതേപോലെ 4 കേർവ് പോയിൻറ്റ്സ് കാണാൻ പറ്റും. സോ ഇതിനെയാണ് കേർവ് പോയിൻറ്റ്സ് എന്നുള്ളത്. ആൻഡ് മെഷിലെ വേർട്ടെക്സ് മൂവ് ചെയ്യുന്ന പോലെ ഈ കേർവും നമുക്ക് മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, അതേപോലെ സ്കെയിലും ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ ഇത് എക്സ്ട്രൂഡ് ചെയ്യുന്നു. സോ E പ്രസ് ചെയ്ത് ഇതേപോലെ എക്സ് ആക്സിസിൽ എക്സ്ട്രൂഡ് ചെയ്യാം, എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ ഞാൻ ഈ ഒരു കേർവ് ഇതേപോലെ മൂവ് ചെയ്യുന്നു ആൻഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. സോ എക്സ്ട്രൂഡ് ചെയ്ത് എക്സ്ട്രാ കേർവ് പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. ഇനി ഒബ്ജക്റ്റ് മോഡിൽ പോവാം, എന്നിട്ട് ഈ ഒരു സ്ഫിയർ സെലക്ട് ചെയ്ത് ഇതിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. സോ ജനറേറ്റിൽ അറേ മോഡിഫയർ ആഡ് ചെയ്യാം. സോ ഈ ഒരു അറേ മോഡിഫയർ വെച്ച് നമുക്ക് വേണ്ടത്ര ഈ ഒരു മെഷീൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് വേണ്ടത് ഈ ഒരു കേർവിലൂടെ ഡ്യൂപ്ലിക്കേറ്റ് ആവാനാണ്. സോ ഈ ഒരു കേർവിലൂടെ ട്രേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും മോഡിഫയറിൽ വരാം, ഡിഫോമിൽ കേർവ് മോഡിഫയർ ആഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കേർവ് ഒബ്ജക്റ്റ് നമുക്ക് ബെസിയർ സർക്കിൾ ഈ ഒരു കേർവ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി ഈ അറേ മോഡിഫയറിൽ ഫിറ്റ് ടൈപ്പിൽ നമുക്ക് ഫിറ്റ് കേർവ് കൊടുക്കാം. എന്നിട്ട് ഇവിടെയും കേർവിൽ ബെസിയർ സർക്കിൾ കൊടുക്കാം. ആൻഡ് ഈ ഒരു സെറ്റിംഗ് ഒക്കെ വെച്ച ശേഷം എനിക്ക് കിട്ടേണ്ടതാണ്. ബട്ട് നമ്മൾ സ്കെയിൽ ചെയ്തതുകൊണ്ട് അതിൻ്റെ വാല്യൂസ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. സോ അത് നമുക്ക് എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാനായി നമുക്ക് അപ്ലൈ ചെയ്യാം. സോ കൺട്രോൾ A പ്രസ് ചെയ്ത് ഇവിടെ സ്കെയിൽ എന്ന് സെലക്ട് ചെയ്താൽ കറക്റ്റ്ലി ആ ഒരു സ്ഫിയർ എല്ലാം ഈ കേർവിലൂടെ ട്രേസ് ആവുന്ന കാണാം. ആൻഡ് ഇത് മോഡിഫയറൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്ത് വെക്കാം. സോ ഞാനിവിടെ ഈ ഒരു കേർവ് സെലക്ട് ചെയ്ത് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയ ശേഷം ഏതെങ്കിലും ഒരു കേർവ് സെലക്ട് ചെയ്ത് മൂവ് ചെയ്താൽ അതിനോടൊപ്പം തന്നെ എത്ര ബീഡ്സ് ആണോ വേണ്ടത് അത് ഈ ഒരു കേർവിൻ്റെ ലെങ്ത്തിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. സോ ഇത് എത്ര ഇൻക്രീസ് ചെയ്താലും ആ ഒരു ബീഡ്സ് അതിനോടൊപ്പം അഡ്ജസ്റ്റ് ആവും. സോ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഈ കൺട്രോൾ പോയിൻ്റ് പ്ലേസ് ചെയ്ത് വെക്കാം. ഞാനിതിപ്പോൾ ടോപ്പ് വ്യൂവിലാണുള്ളത്. ആൻഡ് ഈ ടോപ്പ് വ്യൂവിൽ തന്നെ എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ വെക്കുന്നു. ഓൾസോ ഈ ഒരു ബീഡ്സിൻ്റെ സ്കെയിൽ എനിക്ക് ചെറുതായിട്ട് കുറയ്ക്കണം. സോ ഞാൻ സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. ആൻഡ് സ്കെയിൽ ഡൗൺ ചെയ്ത ശേഷം ഇതിങ്ങനെ വരും. സോ അഗെയിൻ വീണ്ടും ജസ്റ്റ് സ്കെയിൽ അപ്ലൈ ചെയ്താൽ മതി. സോ കൺട്രോൾ A സ്കെയിൽ അപ്ലൈ ചെയ്താൽ ഇതേപോലെ കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബീഡ്സിനെ സ്കെയിൽ ചെറുതാക്കാനോ വലുതാക്കാനോ പറ്റും. ആൻഡ് സ്കെയിൽ ചെയ്ത ശേഷം അപ്ലൈ ചെയ്താൽ മതി. ആൻഡ് ഫൈനലി നമുക്ക് ഈ ഒരു വേസ് ഫോക്കസ് ചെയ്യാം. സോ ഈ ഒരു വേസിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഗ്രാസ് വെക്കാം. ആൻഡ് അതിനായി കേഴ്സർ ഇവിടെ വെക്കാം. സോ ഷിഫ്റ്റ് S കേഴ്സർ ടു സെലക്റ്റഡ്, എന്നിട്ട് ഷിഫ്റ്റ്
കേവ് ഒബ്ജക്റ്റ് ആഡ് ചെയ്യാം. ഇതിൽ ബെസിയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാം. സോ RX 90, എന്നിട്ട് Y ആക്സിസിലും 98 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. ഞാൻ ഇത് സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് ഒന്നും കൂടി Z ആക്സിസിൽ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി നമുക്ക് ഈ പോയിൻ്റ് ഇതേപോലെ മൂവ് ചെയ്യാം. സോ X ആക്സിൽ മൂവ് ചെയ്യുന്നു. ആൻഡ് ചെറുതായിട്ട് മൂവ് ചെയ്ത് ഇതേപോലെ വെക്കുന്നു. ആൻഡ് ഇതിപ്പോൾ കേവ് ഒബ്ജക്റ്റ് ആണ്. സോ ഇവിടെ കേവിൽ വന്ന് ജിയോമെട്രിയിൽ വരാം. ആൻഡ് ഇവിടെ നമുക്ക് ഡെപ്ത്ത് ഇൻക്രീസ് ചെയ്യാം. സോ ഇതിൽ ഞാൻ 0.007 വെക്കുന്നു. ആൻഡ് ഓൾസോ എഡിറ്റ് മോഡിൽ പോയി ഈ ഒരു എൻഡ് സെലക്ട് ചെയ്യുന്നു. സോ ഈ ഒരു കൺട്രോൾ പോയിൻ്റ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഐറ്റമിൽ വരാം. ആൻഡ് ഇതിൻ്റെ റേഡിയസ് ഞാനിവിടെ 0.1 വെക്കുന്നു. സോ ഇതേപോലത്തെ ഒരു എൻഡ് നമുക്ക് കിട്ടും. ആൻഡ് ഇനി ഇതിനെ നമുക്ക് മെഷാക്കി മാറ്റാം. സോ ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒബ്ജക്റ്റിൽ കൺവേർട്ട് ചെയ്യുക. കൺവേർട്ടിൽ മെഷ് സെലക്ട് ചെയ്യുക. ആൻഡ് ഇനി എഡിറ്റ് മോഡിൽ പോയാൽ ഇതേപോലെ ഇതിൻ്റെ ജിയോമെട്രി നമുക്ക് കാണാം. ആൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് സബ് ഡിവൈഡ് ചെയ്യാം. സോ Ctrl 2 പ്രസ് ചെയ്ത് 2 ലെവൽ സബ് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ഇനി പാർട്ടിക്കിൾസ് ആഡ് ചെയ്യാം. സോ ഇവിടെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസിൽ വരാം. എന്നിട്ട് പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ എമിറ്റർ അല്ല നമുക്ക് വേണ്ട, ഹെയർ ആണ്. സോ ഹെയർ സെലക്ട് ചെയ്താൽ ഇതേപോലെ നമുക്ക് കിട്ടും. ആൻഡ് ഇവിടെ ഇതിൻ്റെ സെറ്റിങ്സ് കാണാം. സോ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ നമ്പർ 10,000 മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ഹെയർ ലെങ്ത്ത് ഞാൻ കുറയ്ക്കുന്നു. സോ ഏകദേശം 0.063 വെക്കുന്നു. ആൻഡ് ഇതിപ്പോൾ ഇതേപോലെ കിട്ടി. ഇനി ഇതിനെ കോംബ് ചെയ്യണം. സോ അതിനെ ഇവിടെ വന്ന് പാർട്ടിക്കിൾ എഡിറ്റ് സെലക്ട് ചെയ്യാം. ആൻഡ് പാർട്ടിക്കിൾ എഡിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇത്ര ടൂൾസ് ഉണ്ടാവും. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്യാം. സോ ഇതേപോലെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഈ ഒരു ഭാഗം പോവും. എന്നിട്ട് ഈ ഒരു കോംബ് ഐക്കൺ സെലക്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് ലെഫ്റ്റ് ക്ലിക്ക് ഡ്രാഗ് ചെയ്ത് കോംബ് ചെയ്യാൻ പറ്റും. ഇനി ഒബ്ജക്റ്റ് മോഡിൽ ഞാൻ പോകുന്നു. ആൻഡ് ഇതിൻ്റെ ഹെയർ സെറ്റിങ്സ് നമുക്ക് മാറ്റാണ്ട്. സോ ആദ്യം തന്നെ ഇവിടെ ഹെയർ ഷേപ്പിൽ വരാം. ആൻഡ് ഇവിടെ ഹെയർ ഷേപ്പിൽ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കില്ല. കാരണം ആദ്യം 2 പ്രോപ്പർട്ടീസിൽ വന്ന് ഇവിടെ കേർവ്സിൽ പോകാം. ആൻഡ് ഇവിടെ ഇതിൻ്റെ ഓപ്ഷൻ സ്ട്രിപ്പിലേക്ക് ആക്കി മാറ്റാം. ആൻഡ് പാർട്ടിക്കൽ പ്രോപ്പർട്ടീസിൽ വന്ന് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റും. ആൻഡ് ഇവിടെ മെയിനായി ഞാൻ ഈ ഡയമീറ്റർ റൂട്ട് ഞാൻ കുറയ്ക്കുന്നു. ഏകദേശം 0.1 വെക്കുന്നു. ഓക്കെ. ആൻഡ് ഇനി ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി വെക്കാം. സോ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇതേപോലെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കുന്നു. ആൻഡ് അഗെയിൻ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, ഷിഫ്റ്റ് ഡി റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടത്ര ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കാം. ആൻഡ് ഓൾസോ ഇത് വേരിയേഷനായി നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്ത ശേഷം വീണ്ടും പാർട്ടിക്കിൾസിൽ വന്നിട്ട് ചെറുതായിട്ട് കോംബ് ചെയ്യാം വേരിയേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു മോഡലിംഗ് സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് ചെയ്യാനുള്ളത് ഈ ഓരോ മോഡൽസും കറക്റ്റായി വേണ്ട സ്ഥലത്ത് വെക്കാനും അതേപോലെ കറക്റ്റ് സ്കെയിലും വെക്കാനാണ്. സോ അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചെയ്യാം. സോ ഫൈനലി മോഡലിങ്ങിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ മെറ്റീരിയൽസ്, ആനിമേഷൻ അതേപോലെ റെൻഡറിങ് ഒക്കെ ചെയ്ത് പഠിക്കും. സോ ആ ഒരു വീഡിയോയിൽ കാണാം.